ജൂലൈ 10-ന് കിരീടമെത്തും. പിന്നാലെ തേന്മാവിൻ കൊമ്പത്തും കാലാപ്പാനിയും കാക്കക്കുയിലും. അങ്ങനെ വീണ്ടും റീ റിലീസ് ട്രെൻഡിലേക്ക് മലയാള സിനിമ കടക്കുന്നു. ഇക്കൊല്ലം ഇതിനോടകം മലയാളത്തിൽ മോഹൻലാലിൻ്റെ റൺ ബേബി റണ്ണും മൊഴി മാറ്റിയെത്തിയ അല്ലു ചിത്രം ഹാപ്പിയും മാത്രമാണ് റീ റിലീസായി പുറത്തിറങ്ങിയത്. ഹാപ്പിക്ക് ലഭിച്ച റെസ്പോൺസ് ആയിരുന്നു അതിൽ അത്ഭുതപ്പെടുത്തിയത്. പ്രീമിയർ ഷോകളടക്കം ആദ്യ ദിവസം 30 ലക്ഷത്തിനടുത്തായിരുന്നു ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത്. 1.52 കോടിയാണ് സിനിമ ആകെ നേടിയത്. അതേസമയം റൺ ബേബി റൺ അത്ര വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാതെ തിയേറ്റർ വിടുകയും ചെയ്തു. ഇനി വരാനിരിക്കുന്ന റിലീസുകളിൽ ഭൂരിഭാഗവും മോഹൻലാൽ സിനിമകളാണ്. റീ റിലീസിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ ഉള്ളതും ലാലേട്ടന് തന്നെ. ഏതൊക്കെയാണ് റെക്കോർഡുകൾ? റീ റിലീസിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകൾ ഏതൊക്കെയാണ്? മാസും ആക്ഷനും ഫൈറ്റും ഒന്നും നിറഞ്ഞൊരു കൊമേഴ്ഷ്യൽ സിനിമയല്ല ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ റീ റിലീസ് മലയാള ചിത്രം. ആദ്യ റിലീസിൽ നിഷ്കരുണം പ്രേക്ഷകർ തള്ളിക്കളഞ്ഞ ക്ലാസിക് എന്ന് പിന്നീട് വാഴ്ത്തിപ്പാടിയ സിബി മലയിലിൻ്റെ ദേവദൂതൻ, രഘുനാഥ് പലേരിയുടെ കഥയിൽ വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ മോഹൻലാൽ തീർത്ത വിസ്മയ പ്രകടനം കാലങ്ങൾക്കിപ്പുറം മലയാളികൾക്കിടയിൽ പ്രിയപ്പെട്ട സിനിമയായി. 5.4 കോടി നേടിയ ദേവദൂതനാണ് റീ റിലീസിൽ ഒന്നാമത്. 5 കോടിക്ക് മുകളിൽ നേടിയ ഏക മലയാള സിനിമയും ഇതാണ്. 2024 ജൂലൈ 26-നായിരുന്നു ചിത്രത്തിൻ്റെ റീ റിലീസ്. രണ്ടാമത് സ്ഫടികമാണ്. എക്കാലത്തെയും പ്രിയപ്പെട്ട മോഹൻലാൽ കഥാപാത്രങ്ങളിൽ ഒന്ന് തിയേറ്ററുകളിൽ തിരിച്ചെത്തിയപ്പോൾ വർഷങ്ങൾക്കിപ്പുറവും സ്വീകരിക്കപ്പെട്ടു. മോളിവുഡിൽ റീ റിലീസ് ട്രെൻഡിന് തുടക്കമിട്ടതും സ്ഫടികമാണ്. 2023 ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തിയ സിനിമ 4.9 കോടിക്ക് മുകളിൽ തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കി. കഴിഞ്ഞ വർഷമെത്തിയ രാവണപ്രഭു ലിസ്റ്റിൽ മൂന്നാമതുണ്ട്. 4.7 കോടിയാണ് സിനിമ തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കിയത്. റീ റിലീസ് സമയത്ത് തിയേറ്ററിൽ ആഘോഷമാക്കിയ സിനിമകളിൽ ഒന്നാണ് രാവണപ്രഭു. പാട്ടും ഡാൻസുമായി തിയേറ്റർ ഒരു കൺസേർട്ട് മൂഡായത് നാം കണ്ടതാണ്. തുടക്കത്തിലെ ഗംഭീര റെസ്പോൺസ് സിനിമ ദേവദൂതനെയും കടത്തി മുന്നേറുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.45 കോടി നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഓവർസീസിൽ നിന്നും 1.2 കോടിക്ക് മുകളിൽ സ്വന്തമാക്കി. ചിത്രം നേടിയ ഗംഭീര സ്വീകാര്യതയ്ക്ക് പിന്നാലെ ഒട്ടനവധി മോഹൻലാൽ സിനിമകളാണ് റീ റിലീസ് പ്രഖ്യാപിച്ചത്. മണിച്ചിത്രത്താഴാണ് തൊട്ടു പിന്നിൽ. 4.64 കോടിയാണ് ഫാസിൽ ചിത്രം റീ റിലീസിൽ സ്വന്തമാക്കിയത്. 2024-ലായിരുന്നു സിനിമ പുറത്തിറങ്ങിയത്. അഞ്ചാമത് ചോട്ടാ മുംബൈയാണ്. രാവണപ്രഭുവിന് മുന്നേ വന്ന് ആഘോഷമാക്കിയ റീ റിലീസ്. 4.35 കോടിയാണ് സിനിമ തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കിയത്. ടോപ്പ് 5-ൽ 5-ൽ 5 മോഹൻലാൽ ചിത്രങ്ങൾ. ആ താരത്തിൻ്റെ ബോക്സ് ഓഫീസ് പവർ എത്രയെന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു കണക്ക് കൂടി. ഇക്കൊല്ലമെത്തിയ അല്ലു അർജുൻ്റെ ഹാപ്പി 1.52 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. ബാഹുബലി എപ്പിക് 1.38 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയത്. 1.06 കോടിയാണ് മമ്മൂക്കയുടെ വടക്കൻ വീരഗാഥ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. അതേസമയം ഇന്ത്യൻ സിനിമകളിൽ റീ റിലീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഈ അടുത്തിറങ്ങിയ ബാഹുബലി ദ എപ്പിക്കിനാണ്. സനം തേരി കസം, തുമ്പാട്, ഗില്ലി, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ജൂലൈ 10-നാണ് സിബി മലയിലിൻ്റെ കിരീടം തിയേറ്ററുകളിലെത്തുന്നത്. അതിനു പിന്നാലെ തേന്മാവിൻ കൊമ്പത്ത്, കാലാപ്പാനി, കാക്കക്കുയിൽ, വെട്ടം തുടങ്ങിയ ഒരുപാട് സിനിമകളാണ് പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്നത്. റീ റിലീസിൽ മലയാള സിനിമകൾ ഈ വർഷം തുടക്കം നേരിട്ട മന്ദത ഈ സിനിമകളിലൂടെ മറികടക്കാനായേക്കും. പഴയ ഫിലിം പ്രിന്റുകൾ റീമാസ്റ്റർ ചെയ്ത് 4K ക്വാളിറ്റിയിൽ എത്തിക്കാൻ ഏകദേശം 1 കോടിയോളം ചിലവ് വരുമെന്നാണ് കണക്ക്. അതിനാൽ റീ റിലീസിൽ 1.5 കോടിക്ക് മുകളിലെങ്കിലും നേടേണ്ടത് ഈ സിനിമകൾക്കെല്ലാം അനിവാര്യമാണ്. ടിവിയിലും യൂട്യൂബിലും ആസ്വദിച്ച സിനിമകൾ പുതുതലമുറയ്ക്ക് തിയേറ്ററിൽ 4K ക്വാളിറ്റിയിൽ ആസ്വദിക്കാമെന്നത് റീ റിലീസുകളുടെ പ്രത്യേകതയാണ്. അത്തരത്തിൽ മലയാളത്തിലെത്തിയ ക്ലാസിക്കുകളിൽ ഇനിയും ഒരുപാട് സിനിമകൾ റീ റിലീസായി എത്തട്ടെ. അവ നമുക്ക് ആസ്വദിക്കാനാവട്ടെ.